ചാട്. പിന്നെ ഹൃദയരാഗം പിന്നെന്താ ദിവസം ഒരു സമാധാനക്കേടില്ലേ നിങ്ങളുടെ കാര്യത്തില്? ഒരു സമാധാനക്കേടില്ല. പിന്നെ രാവിലെ എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി വെച്ച് പോയെന്ന് കാണിച്ചേരെ. ആള് മോശമൊന്നുമില്ല കേട്ടോ. ആള് ഇതാ ഇത് കണ്ടോ, ഇനി ഒന്നുമില്ല അകത്തുനിന്നും ഇങ്ങോട്ട് എടുക്കാൻ. ഇനി മഞ്ഞ പുളിയെല്ലാം അടുക്കളയിലെത്തി. പക്ഷെ എവിടുന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് പച്ചക്കറി എൻ്റെ ഇടാ കടല വാങ്ങിയത് വെച്ചോ? കടലയോ? ഇല്ലല്ലോ. ആ കടല ഒക്കെ വാങ്ങി കേട്ടോ. കുറച്ച് സാധനമൊക്കെ എന്തൊക്കെ ഇല്ലാത്തതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി പോന്നു. അപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങി പണി തുടങ്ങണം. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ മാവിൻ്റെ അരിമാവ് എങ്ങാണ്ട് കഴിഞ്ഞ പാത്രത്തിൽ പുഴു. എന്തൊക്കെ കാണുന്നുണ്ട് തമ്പുരാനേ. ഇനി ഒന്നിന് തുടങ്ങിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി പെറുക്കിയൊക്കെ വെച്ചേട്ടോ. അപ്പം ഇന്ന് കഴിക്കാൻ എന്താണെന്നറിയോ? കുക്കറിൽ പെട്ടെന്ന് അവന് സാധനം വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയടാ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി അത് വെന്തിട്ട് കാണാൻ എന്താണെന്നുള്ളത്. തിന്നിട്ട് എന്തെങ്കിലും ക്ലീനിങ് തുടങ്ങുന്നുള്ളൂ. ഒരു 11 മണി 12 മണി ആവും. ഓക്കെ. ഇത്ര ദിവസമായിട്ട് ഇവൻ വരലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അമ്മ വീട്ടിലേക്കാന്ന് അറിയുന്നതുകൊണ്ട് നേരെ കടയിലേക്കാട്ടോ വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വീട്ടിലില്ലാത്തതൊന്നും അറിയില്ല. ഞാൻ ഏകദേശം ഒരു കണക്ക് വിചാരിച്ചിട്ട് അങ്ങോട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിയേ. ഒരാഴ്ചയായി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കേട്ടോ. എൻ്റെ വീട്ടിലായിരുന്നു ഞാനും ആദ്യക്കുട്ടനും കൂടും. അച്ഛസ്വാമിയും വലിയ കുട്ടിസ്വാമിയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ വീട്ടിൽ. അപ്പോൾ അങ്ങനെ താത്ത അമ്മേൻ്റെ വീട്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഒരാഴ്ചയില്ലേ ഞങ്ങൾ പോയിട്ട്. അപ്പോൾ വന്നിട്ട് പിന്നെ എന്താണെങ്കിലും 2 വർത്താനം പറഞ്ഞിട്ടേ കയറി പോവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വീട്ടിൽ പോയി നിന്നപ്പോൾ എനിക്ക് ഒരു സമാധാനക്കേടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ താത്ത അമ്മയും ചേച്ചി ഉള്ളതുകൊണ്ട് അവർ മോന് ഇനിയിപ്പോൾ നേരത്തെ വന്നാലും സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും അവർ ചോദിക്കും എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാനും കൊടുക്കാനും. അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കുടുംബമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, മോൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. മോൻ്റെ കാര്യത്തിലില്ല, കെട്ടിയവനാണെങ്കിലും അതെ അവർ ചേച്ചി അമ്മയോ എന്തെങ്കിലും ഉണ്ടാക്കിയതൊക്കെ വൈകുന്നേരം കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ വിളിക്കുമ്പോഴും പറയുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തെ അമ്മയും ചേച്ചിയും ഉള്ളതുകൊണ്ട് മോൻ്റെ കാര്യത്തിൽ സമാധാനം. ഇന്ന് സ്കൂളിൽ പോകുമ്പോഴായാലും രാവിലെ ആണെങ്കിലും അവൻ പോകുമ്പോൾ ചോദിക്കും ചായ കുടിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്യും. എന്താ ഉള്ളേച്ചാൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആയതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ സമാധാനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പം കുറച്ച് നേരം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും ഇരുട്ടായി, ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് എന്താണെന്ന് വൈകാൻ കാരണം വെച്ചാൽ പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ സാധനം വാങ്ങാൻ പോയത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് സാധനം വാങ്ങിയിട്ട് പിന്നെ പച്ചക്കറി കടയിൽ അത്രയും തിരക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നേരം വൈകിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അയ്യപ്പോ കുളിച്ചിട്ട് വരാട്ടോ, ഞങ്ങൾ കുളിച്ചിട്ട് വരാട്ടോ. കുളിക്കട്ടെ. അയ്യോ കണ്ണു കുത്തല കുളിക്കാം. കുടു പഠിച്ച ഡാൻസ് ഒന്ന് കളിക്ക്. ഒരാഴ്ച കുടു അച്ഛനെ കാണാഞ്ഞിട്ട് കുടു രാത്രി കരയും.
രാത്രി എണീക്കും, കുടഞ്ഞു വീട്ടിൽ പോകണമെന്ന് പറയും. എന്തൊക്കെയായിരുന്നു ചെവി വേദന, എന്തൊക്കെയായിരുന്നു കൊടു ഒക്കെ മാറിയോ? ഓ പോരായിരുന്നു. ആദ്യക്കൂട്ടം കുളിക്കാൻ പോ. കൊടുക്കടാ കുട്ടിക്ക് ഒരു ഭക്ഷണം. ഹായ്, എന്റെ മുക്കാടെ കൊടുക്കടാ, ഒരു കണ്ണ് തന്നാടാ. അപ്പഴേ അപ്പൊ ഒരാഴ്ച കൂടി. ഓ കൂടെ തുള്ളി കളിക്കാതാ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ തട്ടകത്തിൽ തിരിച്ചെത്തിയിരിക്കണം. ഞാൻ ഇവനോട് ചോദിച്ചേ, ഇവര് രണ്ടുപേരും തന്നെയല്ലേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അച്ഛൻ നീയും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇങ്ങനെ അടിപൊളിയായിരുന്നോ? എങ്ങനെയായിരുന്നു പറ, എൻ്റെ അനുഭവം പറ. ഞങ്ങളില്ലാതെ ഞാൻ പറഞ്ഞ കേട്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു, ചിരിയും വന്നു കേട്ടോ. ഭക്ഷണം തൊട്ടത് കാണിച്ചു തരാ കൊടു. എവിടേക്കാ തൊട്ടേന്നറിയോ? ഞാൻ പറയാനേ, ഞങ്ങൾ രാവിലെ എണീക്കും, അച്ഛൻ വിളിക്കും, ഞാൻ എണീക്കും, പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാം കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകണമെന്ന് പറയും. ഞാൻ പോകും. വൈകുന്നേരം ചോറ് തിന്നാൻ അച്ഛൻ വിളിക്കും, ചോറ് തിന്നും. അമ്മമ്മേനെ വീട്ടിലാ, ഒന്ന് പോയിട്ട് വാ, പോയിട്ട് വാ. ഇത്ര ദിവസം അവിടെ ഇല്ലേനോ? അപ്പോൾ കടയിൽ ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് കഥ പറയുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചത്തെ കഥകളുണ്ടല്ലോ പറയാൻ. എത്ര നാൾ ഇവരൊക്കെ നമ്മളോട് കഥ പറയുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പം കുടു ഇങ്ങനെ പിടിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. പോയി നോക്കുമ്പോൾ എന്താ തുണിയുടെ നേരത്തെ ഒരു കൂട്ടർ ഊരിയിട്ടതുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അയച്ചിട്ടിരുന്ന് ഞാൻ പറയലില്ലേ, അലക്കാനുള്ള അലക്കേണ്ടടുത്ത് കൊണ്ടുപോയി വെക്കണ്ടേന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി അങ്ങനെ പിന്നെ ആദ്യകൂട്ടന് ഓടി വന്നൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരാൾ ഇവിടെ റെസ്റ്റിലാണ് കേട്ടോ. ഒരാഴ്ച പണിയും വീട്ടിലത്തെ പണിയും എടുത്ത് മടുത്ത് നിൽക്കുകയാണ്. അപ്പോഴുണ്ടല്ലോ ഈ മധുരക്കിഴങ്ങ് ഞാൻ പറയല്ല, ആവിയിൽ വെച്ചാട്ടോ ഉണ്ടാക്കൽ. അതാണ് എനിക്കിഷ്ടവും. ആവിയിൽ വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുക, നല്ലപോലെ ഇങ്ങനെ പാകത്തിന് വേവായി കിട്ടും. ഇത് കണ്ടില്ല, ഇന്ന് ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലിട്ടു കേട്ടോ. കുക്കറിലിട്ടിട്ട് ഇതെല്ലാം കൂടി വെന്ത് ക്ലിപ്പിളി കഴിയും. കാണുന്നില്ലടാ, കുക്കറിലിട്ടതായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ തോണ്ടി തിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ വന്നിട്ട് ഇതേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി വെച്ച് പോയെന്ന് കാണിച്ചു തരേ. ആള് മോശമൊന്നുമില്ല കേട്ടോ. ആള് ഇത് കണ്ടോ മോരുകറി. ഇതാ ഇന്ന് രാവിലെ ഉണ്ടാക്കിയല്ലേ, മോരുകറി ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ മോരുകറി. ഇതാ കണ്ടോ, നല്ല പാകത്തിന് നല്ല അടിപൊളി മോരുകറി ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, പക്ഷെ എന്താ സങ്കടം എന്ന് വെച്ചാൽ മോരുകറി ഉണ്ടാക്കിയിട്ട് അവർ അലുമിനിയം പാത്രത്തിൽ തന്നെ വെച്ചു, മാറ്റി വെച്ചില്ല. സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റണമെന്ന് ഞാൻ പറയലില്ല, പക്ഷെ അതവർ മാറ്റിയില്ല കേട്ടോ. എന്താ കോവയ്ക്കത്തോരൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ആക്കിയിട്ടാണ് പോലും പണിക്ക് പോയത്. അത്ഭുതമായിട്ട് തോന്നി. കോവയ്ക്കത്തോരനും മോരുകറിയും ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളതൊക്കെ കഴിക്കാം അല്ലേ, എന്നിട്ട് ബാക്കി ക്ലീനിങ്. എന്നാൽ പിന്നെ കിടക്കാനാകുമ്പോഴത്തേക്കും തേച്ചോളുമല്ലോ അല്ലേ. ഇവരെ ഇനി ഒന്നിനും ഇല്ല കേട്ടോ. ഇവർക്ക് പരീക്ഷയാണ്. അപ്പോൾ ഇവർ വേഗം വിടുകയാണ്, പരീക്ഷയ്ക്ക് പഠിക്കണം. അപ്പോൾ കഴിച്ചിട്ട് ഇവർ പഠിക്കാൻ വിടാം. ഞാൻ എൻ്റെ പണി എടുക്കാം. ഈ പെര മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് റെഡിയാക്കണം. ചോറിന് നമ്മൾ അത് കൂടെ ഇരിക്കണം. ചോറ് വന്നിട്ട് കാണാം. ചോറ് കൊടു ഇരിക്കും. കൊടുവിന് സ്ഥലമില്ല. ഇത് കൊടുവിന് സ്ഥലം ഉണ്ടല്ലോ. കൊടു എവിടെ ഇരിക്കുന്നേ?
ഗുഡു എവിടെ ഇരിക്കുന്നേ? എന്താ വേണ്ട ഗുഡുവിന്? ചോറാ? പിന്നെ പാവയ്ക്കത്തോരൻ. കപ്പ വേണ്ട? ചോറ വേണ്ടേ? പിന്നെ എന്താ വേണ്ടേ? അമ്മയ്ക്ക് വേണ്ട പ്ലേറ്റ്? അമ്മ തിന്നട്ടെ. ഞാൻ മാത്രമേ ഉള്ളൂ. കെട്ടിയുണ്ടാക്കി കോവയ്ക്കത്തോരൻ ഇത് എപ്പോഴും തീരുന്ന അപ്പം ഞാൻ എഴുന്നേക്കും. 7:45 8 മണിയാവുമ്പോൾ എഴുന്നേക്കാം കേട്ടോ. അപ്പൊ നീ കൂടെ തിന്നേട്ടെ. വയ്ക്കോ, എല്ലാരും വയ്ക്കോ. പഠിക്കാൻ വയ്ക്കോ. പോട്ടെ ഞാൻ പോട്ടെ. ഇനി ഒരാഴ്ച വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വീട്ടിലേക്ക് പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ അമ്മ പണിക്ക് പോണതാണ്. അമ്മ ഒരു വീട്ടിൽ അടിച്ചു വാരാനും തുടയ്ക്കാനും വീട്ടിലെ പണിയെടുക്കാനും അമ്മ പോണതാണ്. അച്ഛനാണെങ്കിൽ തൊഴിലുറപ്പിന് പോണതാണ് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ 6:30 ബസ്സിന് അമ്മ പോകും. അപ്പോൾ അമ്മ അതിൽ അത്രയോ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. ഞങ്ങൾ ചെന്നതിന് ശേഷം പിന്നെ അമ്മ അതിലും നേരത്തെ സാധാരണ 4 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒന്ന് 3:45 എഴുന്നേൽക്കും. 5 മണിക്കാണെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കണം. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ രാവിലെ എന്തായാലും നമുക്ക് അത്രയും കഴിയൂല കേട്ടോ. രാവിലെ ഇത്രയും ദൂരമുണ്ട് തോട്ടക്കാട് നിന്ന് ഇങ്ങോട്ട് എത്താനേ. ഒരുപാട് ദൂരം ഇങ്ങോട്ട് പോരണം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയല്ല നമുക്ക് സമയം എത്തി കിട്ടാത്തതുകൊണ്ട് അവിടുന്ന് രാവിലെ ഒന്നും വീഡിയോ പിടുത്തം നടക്കില്ല. പിന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അമ്മ ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അമ്മ പണി കഴിഞ്ഞ് വരും, അച്ഛനും പണി കഴിഞ്ഞ് വരും. പക്ഷേ വൈകുന്നേരം ഞങ്ങൾ പണി കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും സമയം 7 മണി 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒന്നിനും കഴിയുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ 2-3 ദിവസം അങ്ങനെ പോയി. പിന്നെ 2 ദിവസം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു മരുന്ന് ചീട്ടിൻ്റെ കാരണം കൊണ്ട് ആ മരുന്ന് ചീട്ട് തെരച്ചിലും അതിൻ്റെ ടെൻഷനും അങ്ങനെയെല്ലാം കൂടി അതും പോയി 2 ദിവസം കേട്ടോ. മരുന്ന് വാങ്ങാൻ വേണ്ടി ചീട്ട് ഞാൻ കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ വാങ്ങാൻ കൊണ്ടുവന്ന ചീട്ട് സംഭവം നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലും കയ്യിലുള്ള സാധനം എവിടെയാണെന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് ടെൻഷനായിട്ടോ. പിന്നെ ഏതായാലും സാധനം കിട്ടി നമുക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലും അങ്ങനെയെല്ലാം കൂടെ എന്താ പറയുക, ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചിതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ ഇതാ അമ്മമാർ വീട്ടിലില്ല എങ്കിലുള്ള അവസ്ഥയാണിത് കേട്ടോ. പക്ഷേ അവരാരും അംഗീകരിച്ചും തരില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഒരാളും അംഗീകരിച്ച് തരുമെന്നേ. അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ആണുങ്ങളാണെങ്കിൽ അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. അവരുടെ ഡ്രസ്സ് അവർ കഴുകും എന്നല്ലാതെ മറ്റ് കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധ വരില്ല കേട്ടോ. നമ്മൾ തന്നെ ഇപ്പോൾ ഡെയിലി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധ വരാത്ത കാര്യങ്ങളുണ്ട്. എനിക്ക് മുറ്റത്തുണ്ട് വേസ്റ്റ് കത്തിക്കാനും അതുപോലെ പുല്ല് പറിക്കാനും നന്നാക്കാനൊക്കെ നമുക്കുണ്ട്. അത് നമുക്ക് സമയം എത്തിപ്പെടാൻ കേട്ടോ. പക്ഷേ എന്നിട്ട് ഇന്നലെ ഞാൻ ചോദിക്കുകയാണ് ഇവരോട്, ഞാനില്ല അമ്മ ഇല്ലാത്ത വീട്ടിൽ അനക്കല്ലോടാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഇവർ അച്ഛനും മോനും കൂടി എന്നെ കളിയാക്കി പറയണേ, ഓ അനങ്ങ് ഭൂമി കുലുങ്ങണം അനങ്ങണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി കേട്ടോ. പക്ഷേ മനസ്സിലൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും. ഞാൻ അങ്ങനെ സമാധാനിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്നു കഴിയുമ്പോഴുള്ള വ്യത്യാസം അവരെ മനസ്സിലെങ്കിലും തോന്നിയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ മാവ് അരച്ചതിൻ്റെ ബാക്കി എങ്ങാണ്ട് 3-4 ദിവസം മുമ്പുള്ള ലേശം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പുഴു വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി വേണ്ടാന്ന് കേട്ടോ. പുഴു വന്ന് അതുപോലെ മുന്തിരി എങ്ങാണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അടുക്കളയിലോട്ട്. അപ്പോൾ ഇവർ ഈ അടുക്കളയിലല്ലേ നിന്നത് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ പോയി അന്ന് തൊട്ടുള്ളത് തുടങ്ങി ഞാൻ വരുന്നത് വരെയുള്ള വേസ്റ്റും കാര്യങ്ങളും അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ സംഭവം എല്ലാം ഉണ്ടാക്കി ചേട്ടൻ എല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതാണ് അവസ്ഥ. അടുക്കളേൻ്റെ അവസ്ഥ കണ്ടില്ലേ. പെറുക്കിക്കൊണ്ട് പോകാൻ എനിക്ക് തോന്നുന്നു വീടല്ലാത്തെല്ലാം പുറത്തേക്ക് പെറുക്കാനുണ്ടായിരുന്നു കേട്ടോ. അത്രമാത്രം വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോകാണ്ടായിരുന്നു. പിന്നെ എല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് പാത്രങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് കഴുകാനും അതൊരു സമാധാനമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും പണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. നമുക്ക് എന്തൊക്കെ തന്നെയാണെങ്കിലും എവിടെ പോയാലും നമ്മളെ കുടിലെത്തിയാൽ കിട്ടുന്ന ഒരു സുഖവും സമാധാനവും അല്ലേ, അതൊരു പ്രത്യേക ഇത് തന്നെയാണ് അല്ലേ എന്തൊക്കെ തന്നെയാണെങ്കിലും. അപ്പോൾ അങ്ങനെ എന്താ പറയുക
വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എന്താ പറയുക, എനിക്ക് ഭയങ്കര സുഖം തന്നെയാണ് കേട്ടോ. എത്രയോ പണി കുറവാണ്. ഇപ്പം ഞാൻ രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ചോറ് പിന്നെ രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ തിളപ്പിക്കും. അല്ലെങ്കിൽ രാവിലെ അമ്മ ഈ റൈസ് കുക്കറിൽ അമ്മയ്ക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ചോറ് വെച്ചിറക്കി വെക്കും. കറി അമ്മ ആക്കിയിട്ടുണ്ടാകും. പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് ചായക്കടി ഉണ്ടാക്കലും അലക്കലും മക്കളെ കുളിപ്പിച്ച് ഞങ്ങൾ പോരലും ഉള്ളൂ. എനിക്ക് അവിടെ ചെന്നാൽ പണി കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിച്ച് ശീലമായതുകൊണ്ട് ഇതിലെത്തുമ്പോൾ ഒരു വേറൊരു വൈബാണല്ലേ. ഇത് കണ്ടില്ലേ വേസ്റ്റ്. അങ്ങനെ എന്താ പറയുക, പാത്രങ്ങളെല്ലാം വലിച്ച് പുറത്തിട്ടിട്ട് കഴുകൽ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടായി ശരിക്കും പറഞ്ഞാൽ പണിക്ക് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ശരിക്കും ബുദ്ധിമുട്ടായത്. കാരണം പണിക്ക് പോകണം. അപ്പോൾ രാവിലെ പോണതിൻ്റെ മുമ്പ് ചോറും കറി ആക്കണമല്ലോ. മോനൂസിന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പം അങ്ങനെ 2 ദിവസം കണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ ഉള്ള ദിവസം പറഞ്ഞു നീ സ്കൂളിൽ നിന്ന് കഴിച്ചോടാന്ന് പറഞ്ഞോന്നേ. പിന്നെ മോനൂസ് ഒരു അമ്മ സ്കൂളിൽ നിന്ന് കഴിച്ചമ്മ ചോറ് സ്കൂളിൽ നിന്ന് തിന്നു കേട്ടോ. എന്നിട്ട് അവന് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്ന് രാവിലെ എന്നോട് പറയണേ, ഞാൻ സ്കൂളിൽ നിന്ന് ചോറ് തിന്നോളാം, അമ്മ ചോറ് വെക്കണ്ടാന്ന്. പക്ഷേ എനിക്ക് എന്തായാലും ചോറ് വെക്കണമല്ലോ, പണിസ്ഥലത്തേക്ക് ചോറ് കൊണ്ടുവരണ്ടേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ അമ്മ എന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പം ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലേ ഉള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് ഇപ്പോൾ എങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ എനിക്കൊന്ന് ഭൂരിഭാഗം കുടുംബങ്ങളിലും സ്ത്രീകൾ തന്നെയായിരിക്കും എന്താ പറയുക, പാചകം ചെയ്യുക എന്നുള്ളതല്ല, വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും കൈയെത്തുന്നതേ. ക്ലീനിങ്ങും അടുക്കി പെറുക്കലും അതൊക്കെ സ്ത്രീകളിൽ തന്നെയായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ എല്ലാ പണികളും എല്ലാം തീർന്നിട്ടൊന്ന് കിടക്കാൻ പോവാന്ന് പറയുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, സുഖം ഉണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തോട്ടക്കാടിൽ നിന്ന് ഇന്നലെ വരെ ഉണ്ടല്ലോ 5:30 വരെ 5:30 ആകുമ്പോഴത്തേക്കും എഴുന്നേൽക്കും കേട്ടോ. അല്ലെങ്കിൽ അറിയും എന്തായാലും അലാറം അടിക്കുന്ന അറിയും. പക്ഷേ ഇവിടെ വന്നിട്ട് ഇന്നലെ എല്ലാം കഴിഞ്ഞ് അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. രാത്രി തന്നെ ഞാൻ എല്ലാ ഭാഗവും ക്ലീനാക്കി തുടയ്ക്കലും കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ കിടന്നില്ലേ. ആ കിടത്ത ഇന്ന് രാവിലെ 6:30 ആയിട്ട് എഴുന്നേറ്റപ്പം സമയം വൈകിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്ന് വേറെ തന്നെയായിരുന്നു ഇന്ന് രാവിലെ. പെറുക്കിപ്പോൾ ഇത്ര വരക്കാനുണ്ട്, ഇതുണ്ടോ കുറച്ച് ഗുരു എന്താ പറയണേ ഗുരു? ആണോ? വേറെ വർത്താനൊക്കെ പറയും ഗുരു. എന്തൊക്കെയാ വിശേഷമൊക്കെ ചോദിക്കാം എല്ലാവരോടും. സുഖമാണോ എന്നൊക്കെ ചോദിക്കാം. ചോറിനാമ തിന്നോ ചോദിക്കും. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പറ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് ബക്കായിവോ? ആ വെള്ളത്തിൽ കൈയിടില്ലേ, ചീത്ത വെള്ളമാണ്, കൈയിടില്ലേ, അഴുക്കെടുക്കാം, ചളി വെള്ളമാണ്. കൈയിട്ടോ നീയേ? എന്നാ കയറി അത്ര അടുക്കള കുഞ്ഞ് കൈ നനച്ചിട്ടുണ്ട്. അടുക്കള കൈ കഴിക്ക്. അപ്പോൾ കൈ കഴുകിട്ടോ. അപ്പോൾ വരും തുടക്കേ. ഞാൻ വേഗം തുടച്ച് തീർത്തില്ലെങ്കിൽ ഇതിന് വേണ്ടി വഴക്കായിരിക്കും. ഇതിന് വേഗം തീർക്കട്ടെ. ഞാൻ തുടക്കാന്ന് പറഞ്ഞെടുക്കും. വന്നു ഇപ്പത്തില്ല. അയ്യോ എവിടെ തുടക്കി? ഇവിടെ കുഞ്ഞിന് വണ്ടി ഇപ്പൊ പോകും. എടുത്ത് വേഗം എടുത്തപ്പോ താഴെ ചാടും, മുറ്റത്ത് ചാടും വണ്ടി. തുടക്കി. ആ വണ്ടി എടുത്തേ, അങ്ങോട്ട് വെക്ക്. നിക്ക് ഇവിടെ കൂടെ തുറക്കെടുത്തിട്ട് കുഞ്ഞ് ഇവിടെ കൂടെ തുറക്കെടുത്ത് തരാം. തുറക്കി.
അങ്ങനെ കംപ്ലീറ്റ് വേസ്റ്റ് എല്ലാം കളയലും കഴുകലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുടുവിന് ഇതാ തുടയ്ക്കണം എന്ന് വാശിയാണ് കേട്ടോ. കുടുവിന് തുടയ്ക്കാന്ന് പറഞ്ഞാൽ ഞാൻ തുടയ്ക്കുന്നാണ്ട് അപ്പം അവൻ വന്ന് പിടിച്ച് വാങ്ങിയിട്ട് അവൻ തുടയ്ക്കും. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ഇപ്പോൾ അവൻ ആ തുടങ്ങിയത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവനൊരു ഡാൻസ് ഉണ്ട് അംഗനവാടിയിലെ കലോത്സവത്തിന് കളിക്കാൻ, അവനെല്ലാം കുറച്ച് കുട്ടികൾ ഗ്രൂപ്പായിട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ കൊടു നമ്മളെ അമ്മേൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം നമുക്ക് ഡാൻസ് കളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടോ. എന്തൊക്കെ തന്നെയാണ് ഞാൻ കിടക്കാതെ അവൻ കിടക്കൂല കേട്ടോ. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൂടെ കിടക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും ഉറങ്ങി കൂർക്കം വലിച്ചിട്ടോ. അങ്ങനെ എന്താ പറയുക, കുടു തുടയ്ക്കലെല്ലാം കഴിഞ്ഞു. ഞാനാണ് തുടച്ചത്. ലാസ്റ്റ് പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലത്ത് ചവിട്ടിയപ്പോൾ തന്നെ ഒരു സുഖമുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ എന്താ പറയുക, ആ സ്ലാവിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, മറ്റേ ഷീറ്റ് എന്തെങ്കിലും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുടുവിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഡാൻസ് കുറച്ച് നേരം കളിച്ച് നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ ആ കുടു എന്ത് ചെയ്താൽ കളിക്കില്ല, കുടു കസറിൽ ഇരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കളിച്ച് കാണിച്ചു കൊടുക്കും, പക്ഷേ അവൻ നോക്കിയിരിക്കുന്നല്ലാണ്ട് അവൻ കളിക്കില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൂട്ടില്ല, കുടുവിന് സമ്മാനം വാങ്ങിത്തരണം, അമ്മ സമ്മാനം വാങ്ങിത്തരാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ തലയാട്ടിയിട്ട് അവിടെ ഇരുന്ന് കളിക്കൂല എന്ന് പറയുകയാണ്. അപ്പം ഞാൻ എന്നാൽ ശരി ഞാൻ കളിക്കുന്നില്ല, ഞാനും കളി നിർത്തുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കുടുവിന് ഡാൻസൊക്കെ വരുന്നുണ്ട്, ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. കൊടു കളിക്കുമോ നിൽക്കുമോ ദൈവം തമ്പുരാൻ അറിയാം, സ്റ്റേജിൽ കയറിയിട്ട് എങ്ങോട്ട് ഓടുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും കൂടും കൂടി കിടക്കാൻ വന്നു കേട്ടോ. ഞാൻ മുടി കെട്ടിയപ്പോൾ കുടുവിനും അങ്ങനെ എന്തൊക്കെയോ കുടു അതൊക്കെയാട്ടോ ഉദ്ദേശിച്ച് തലയിലൊക്കെ കൈകൊണ്ടിട്ട് മാടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ അവനും ചെയ്യുന്നുണ്ട് കേട്ടോ, നോക്കിക്കോട്ടോ ആണ്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മളെ വീട്ടിലെത്തി ഇതിൻ്റെ ഒരു സമാധാനം. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ പണികളും കഴിഞ്ഞതിൻ്റെ വേറൊരു സമാധാനം. പിന്നെ തുണികൾ കുറേ ശരിക്കും ഉണങ്ങാത്ത തുണികളൊക്കെ മാറാല പോലെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കിടന്നുറങ്ങണത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കാല് തിരുമ്മൽ. ഇപ്പം ഞാൻ കാലിൽ എണ്ണ തേച്ച് പിഴിയുന്നത് കണ്ട് അവനും കാല് തിരുമ്മണം കേട്ടോ. അപ്പോൾ അവന് നിർബന്ധമാണ് എൻ്റെ കാല് ഒഴിഞ്ഞു തരണം എന്നുള്ളത്. അവൻ കൊടുത്തിട്ടേ എൻ്റെ കാല് ഒഴിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.